ശപിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ പടച്ചവനോട് വിഷമങ്ങൾ പറയാ. ഒരിക്കലും നീ ശപിക്കാൻ നിൽക്കരുത്. നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വീട്ടിലൊരു ജ്യേഷ്ഠനും അനിയനുണ്ട്. ആ ജ്യേഷ്ഠനും അനിയനും ഭയങ്കര സഹോദരി ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഒരു ദിവസം ഉപ്പ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ഉപ്പാക്ക് എന്തോ ഒരു വിഷമം കൊണ്ട് ഉപ്പ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ തമ്മിൽ കച്ചറ കൂടരുത്, വാപ്പ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഉഷാറായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വാപ്പ മരണപ്പെട്ടു. അങ്ങനെ വാപ്പ മരിച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ വേറെ ഉമ്മമാരുടെ മക്കളാണല്ലോ. അങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ കച്ചറകൾ തുടങ്ങി, അടി തുടങ്ങി, ഏട്ടനും അനിയും തമ്മിൽ തെറ്റി, അങ്ങനെ സ്വത്ത് തർക്കായി. ഈ സ്വത്ത് തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങാടിയിൽ നിന്ന് രണ്ടുപേരും തമ്മിൽ ഭയങ്കര കച്ചറായി. ഈ മൂത്ത ജ്യേഷ്ഠന് അത്യാവശ്യം പാവാണ്. ഈ ഇളയവനുണ്ടല്ലോ, മൂത്ത ജ്യേഷ്ഠനെ നന്നായിട്ട് തെറി വിളിച്ച് നിന്നെ ഞാൻ കൊല്ലടാ, നിന്നെ ഞാൻ അങ്ങനെ ആക്കടാ ഇങ്ങനെ ആക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മൂത്ത ജ്യേഷ്ഠനോട് ദേഷ്യം പിടിച്ചു. മൂത്ത ജ്യേഷ്ഠനോട് ദേഷ്യം പിടിച്ച് ഈ ചങ്ങായി നേരെ വീട്ടിലേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവന്റെ ഫോണിലേക്ക് ഒരു കോള് വരാം. എടാ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വരണോ, നിന്റെ ജ്യേഷ്ഠന് ആക്സിഡന്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവൻ പോയില്ല, ദേഷ്യം പിടിച്ച് നിൽക്കാണല്ലോ. 1/2 മണിക്കൂർ മുമ്പേ ഒരു കോളും കൂടി വന്നു. ഇവിടെ ആളിങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. നിങ്ങളൊന്ന് ആലോചിക്കാം, ഒരു നേരത്തെ ദേഷ്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, ചിലപ്പോൾ നമ്മൾ ശപിച്ചു പോകും. പക്ഷേ ലൈഫിന് ചിലതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാലേ നമുക്ക് ആ പറഞ്ഞതൊക്കെ പടച്ചോനെ തിരുത്താൻ കഴിയാത്ത രീതിയിലുള്ള തെറ്റുകളായി മാറുള്ളൂ. നമ്മളോട് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് പടച്ചോൻ കൊടുത്തോളൂ. നമ്മളൊരിക്കലും അതിനെതിരെ പോവാനോ അതിനെതിരെ വർത്താനം പറയാനോ നിൽക്കണ്ട. അള്ളാഹു എല്ലാം കാണുന്നവരാണ്, എല്ലാം കേൾക്കുന്നവരാണ്. ഈ രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്യുന്നതും പടച്ചോന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സങ്കടങ്ങൾ വരുമ്പോൾ പടച്ചോനോട് പറഞ്ഞു, ഒരിക്കലും സ്വയം നശിക്കുന്ന രീതിയിൽ ആരെയും ശപിക്കാതിരിക്കുക.